ഹലോ, എന്തുട്ട പരിപാടി? പെരുന്നാളായിട്ട് വീട്ടില് മട്ടൻ കറി വെക്കുന്നുണ്ട്. ഞാനല്ല വെക്കണത്, അമ്മയാണ്. നമുക്കത് പോയിട്ട് കണ്ടിട്ട് വരാം. നമ്മൾ വരുമ്പോഴേക്കും അവിടെ സബോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിണ്ടായിരുന്നു. അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മൺചട്ടിയിലാണ് കേട്ടോ വെക്കണത്, അടുപ്പിൻ്റെ അകത്താണ് വെക്കണത്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മൺചട്ടിയിൽ വെച്ച് നല്ല രുചിയും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പുക വരുന്ന കാര്യമാക്കണ്ടേ. അതിലേക്ക് പൊടിക്കാത്ത മസാലക്കൂട്ട് പാനിലൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ കൈ എൻ്റെ തന്നെയാണേ. പൊടിച്ച മസാലക്കൂട്ട് ഒരു പാനിലിട്ടിട്ട് ഒരു ബ്രൗൺ കളറാണ് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അത് അടുക്കി പിടിക്കാണ്ട് നോക്കണം കേട്ടോ. വഴറ്റി വെച്ച സബോള ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മസാലക്കൂട്ടില്ലേ വറുത്തത്, അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൽ ആ ചെറിയ കഷ്ണങ്ങൾ എടുക്കുന്നത് മട്ടൻ്റെ നെയ്യാണ് കേട്ടോ. എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി, മട്ടൻ്റെ നെയ്യുള്ളതുകൊണ്ട്. അതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ച മട്ടൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ മട്ടനിൽ പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മട്ടൻ കറിയിലേക്ക് കഴുകി വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നതിന് ശേഷം അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. തേങ്ങാപ്പാലിലാണ് കേട്ടോ മട്ടൻ വേവിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ അവിടെ കൊള്ളി പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ കൊള്ളി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യണേ. നേരത്തെ വേവിക്കാൻ വെച്ച മട്ടൻ കറി എന്തായാലും നോക്കാം കേട്ടോ. പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലിലാണ് ഈ മട്ടൻ കിടന്ന് വേവേണ്ടത് കേട്ടോ. തേങ്ങാപ്പാൽ മട്ടനിൽ പിടിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ ഞങ്ങൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അടച്ച് വയ്ക്കാം. അതെ, നമ്മൾ മട്ടൻ കറി എന്തായാലും നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഞങ്ങളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ. മരുന്നൊന്നും അടിക്കാതെ നല്ല ഫ്രഷ് കരിവേപ്പിലാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കറി നല്ല വെന്ത് വറ്റി ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഒരു വാഴയില എടുത്തിട്ട് അതിലേക്ക് ചൂടുള്ള കപ്പയും കുറച്ച് മട്ടൻ കറിയും ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പീസ് മട്ടൻ്റെ കഷ്ണം എടുക്കുക, ആ കപ്പ എടുക്കുക, എന്നിട്ട് ഇതിനെ കുഴച്ച് പിന്നെ വായിക്കാണ്ട് വെച്ചാണ്ടല്ലോ എൻ്റെ മോനെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.